അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഉള്ള ഈ ഓണസദ്യൻ്റെ കോംബോ ആണല്ലോ. കിച്ചടി ഉണ്ടാവും, അവിയൽ ഉണ്ടാവും, പുളിശ്ശേരി ഉണ്ട്. അതേപോലത്തെ ഒരു യുണീക്ക് കോംബോ ആയിപ്പോയി. എന്തായാലും സാഹിബ് കണാരേട്ട, എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടാളെ പറ്റിയിട്ടും പറയുമ്പോൾ പ്രേക്ഷകർക്ക് രണ്ട് തലത്തിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്താണ് സാഹിബിനെ കുറിച്ചിട്ടുള്ള പറയാനുണ്ടാകാൻ? അതിനുമ്പ് ഞാനൊരു കാര്യം പറയാം. അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരാമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഞാനൊരാളെ പിരിക്കാൻ പോവാണ് ഒരു പരിപാടിയിലേക്ക്. ആരാ? ഭയങ്കര അടി കേട്ടോ അത്. ആരാണ്? അത് ഭയങ്കര ഹിറ്റായി പോയില്ലേ സമദാനി സാഹിബിന്റെ ഇനിയുള്ള പ്രസംഗങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ല. ഞാനിത് എത്രയോ കാലമായിട്ട് ഇരുന്നിട്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അല്ല ഉമ്മക്കിത് കിട്ടാൻ പോവാണല്ലോ. അല്ല ഉമ്മക്കിത് കിട്ടുമല്ലോ ഇന്ന്. എന്താണ്? എന്ത് സ്വാതന്ത്ര്യോ? ഇതൊക്കെ അതേപോലെ ഒപ്പിയെടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ചോ സാഹിബ്? ഇതൊക്കെ പ്രതീക്ഷിച്ചില്ല. ഈ സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുക്കാതെ അതിൻ്റെ പേരിൽ ബോസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ പേരിൽ അവകാശവാദം നടത്തുന്ന, വല്ലാതെ തള്ളുക എന്ന് നമ്മളൊന്ന് പറയുന്ന അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ആ ഒരു പ്രത്യേകതകളും അയാളുടെ ഭാവങ്ങളും അയാളുടെ അംഗപ്രത്യംഗ ഭാവങ്ങളും മാത്രമല്ല അയാളുടെ മനസ്സ്, അതൊരു പ്രത്യേക മനസ്സാണല്ലോ. ഒരിക്കലും നല്ലൊരു മനസ്സല്ലല്ലോ അത്. അതെ, ഞാൻ കഥാപാത്രത്തെ കുറിച്ചാ പറയണത്. അത് കഥാപാത്രം അതാണ് കലാകാരന്റെ മേൽവിലാസമാകുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ. ചിലപ്പോൾ ചിലർക്ക് സിനിമയായിരിക്കും, അല്ല അത് അവതരിപ്പിച്ച ഏതെങ്കിലും ചിത്രമായിരിക്കും. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കഥാപാത്രം തന്നെ വഹിക്കുക, കലാകാരനെ വഹിക്കുക. കോഴിക്കോടൻ മലയാളത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ രസനീയത, അതിൻ്റെ ഇമ്പം, അതിൻ്റെ ലാളിത്യം, അത് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കളങ്കരഹിതമായിട്ടുള്ള മനസ്സ്. സ്വാതന്ത്ര്യം ഒഴികെ അയാൾക്ക് കളങ്കരഹിത മനസ്സൊന്നുമില്ല. ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റേജിൽ സാഹിബ് ഒരു അമ്മമാരെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അമ്മേൻ്റെ അതൊക്കെ ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇതായത്. കാരണം ഞാൻ ഒരു 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അപ്പം നമുക്ക് 2ാം ക്ലാസ് പഠിക്കും, ഓർമ്മയിൽ അമ്മ ഇല്ല. അപ്പം ആ ഒരു സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയൊന്നുള്ള ഒരു ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ഉമ്മ ഹരീഷ് അത്രയൊന്നും അല്ലെങ്കിലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വളരെ നേരത്തെ, ഉമ്മക്ക് അധികം പ്രായമൊന്നുമില്ലാതെ മരിച്ചു പോയതാണ്. നമ്മളെ മനസ്സിലൊന്നും ഇങ്ങനെ ഒരു ഉള്ളിലൊരു തേങ്ങൽ പോലെ ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാണൻ്റെ അടിയിൽ ഉണ്ടായിരിക്കണം. നിങ്ങളെ സ്റ്റൈൽ മൂപ്പര് കാണിച്ചു തന്നു. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ, നിങ്ങളെ തനി നാടൻ സ്റ്റൈൽ നമുക്ക് കണ്ടുനോക്കിയാലോ? സാഹിബിന്റെ പ്രസംഗം ഒന്നും കാരണം അങ്ങനത്തെ വാക്കുകളൊന്നും അവർക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ കേരയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി ആരെങ്കിലും വിളിച്ചു, എന്നെ വിളിച്ച് എന്ത് കാര്യത്തിന് എന്നോട് കേരളിന്റെ തലപ്പത്ത് നിൽക്കാൻ. എടോ കേരയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള റെയിൽ, കണാരൻ റെയിൽ. അതിനും ഈ സാധനം ഇപ്പം എത്ര സമയം കൊണ്ടാണ് ഇവിടുന്ന് പിന്നെ കാസർഗോഡ് തിരുവനന്തപുരത്ത്? ഒരു 3-3.5 മണിക്കൂറുണ്ട്. ഞാനിത് കാസർഗോഡ് ചെന്ന് ഇതിൻ്റെ ബേക്കറി തള്ളിക്കഴിഞ്ഞാൽ അത് 10 മിനിറ്റോട് തിരുവനന്തപുരത്ത്. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ. അപ്പോൾ മറ്റാൾ ചോദിക്കുകയും, അല്ല അവിടുന്ന് കേട്ട് തള്ളാൻ, ഇവിടുന്ന് ഇപ്പം കാസർഗോഡ് നിങ്ങളായിട്ട് തള്ളൂ, അവിടുന്ന് കേട്ട് തള്ളാൻ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാ തള്ളേണ്ടതുള്ളൂ? ഇപ്പൊ കേരളത്തിലുള്ള മെയിൻ തള്ളുകാരൊക്കെ ആണെന്നാ പറഞ്ഞിരുന്നത്. ഇതൊക്കെ സഹിക്കാം. എയർ ഇന്ത്യ വിമാനം പൈലറ്റ് ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട് അല്ല പോയിട്ട് മേഘത്തിന്റെ മുകളിൽ കയറി അതിൽ മേഘരൂപനായി എന്ന് പറയുന്നത്. എല്ലാ സ്കിറ്റും സാഹിബ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മളെ നാട്ടിൻപുറത്തെ തമാശകളും സാധാരണ നമ്മളെ മറ്റേ ഇലക്ഷന്റെ സ്കിറ്റ് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയാൻ നാളെ ഇലക്ഷന്റെ കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാർ പറഞ്ഞ് നമ്മൾ അവിടെയും കൂടി ഇരിക്കുന്ന ചായപ്പീടിയാലും സാധാരണ ഇതിലൊക്കെ കലിങ്കിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന തമാശകളാണ്. അതന്നെയാണ് അതിന്റെ തനിമ, അത് തന്നെ വേണ്ടത്. അല്ല അതിലൊരു നമ്മുടെ നാട് അതിന്റെ ഈ ഓണത്തിന് ഇരുന്നിട്ട് നമ്മളത് പറയുന്നതിൽ പ്രത്യേകമുണ്ട്. ഓണം ഞാൻ തുടങ്ങുന്നത് ഓണത്തിന് ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ.
ഈ ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വാസന. പഴയ മലയാളക്കരയിലേക്ക് മലയാളി സമൂഹത്തെ കൊണ്ടുപോകുന്ന ആളാണ് ഹരീഷ്. തൻ്റെ ഭാഷ കൊണ്ട്, സംസാരം കൊണ്ട്, ശൈലി കൊണ്ട്, ഈ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട്, ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു വളർന്ന നമ്മൾ ഈ എനിക്ക് തോന്നാറുണ്ട് ചോദിക്കാൻ, ഈ സ്വാതന്ത്ര്യ സമര സേന അത് എങ്ങനെയാണ് ആ ഐഡിയ ആദ്യമായി? ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനൊരു സംഭവം കുറേ മുന്നേ പിന്നെ നമ്മളെ ഫ്രണ്ട് കലാഭവൻ പ്രദീപ് ലാല് ഇവരൊക്കെ സ്റ്റേജിൽ നമ്മൾ ഒരു നുണ പറച്ചിൽ മത്സരം, ഈ മത്സരത്തിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേന, കാരണം അങ്ങനത്തെ വേഷമോ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഇയാൾ ഇട്ട് വന്ന അതിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോണേ. അതാണ് ഈ ജാലിയങ്കണാരനായിട്ട് മാറിയത്. എഴുത്ത് പരിപാടിയില്ല. റിഹേഴ്സൽ ചെയ്യുമ്പോൾ എഴുത്ത് പരിപാടി ഇല്ല. റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ വായ എന്തൊക്കെയാണ് വരുന്നത്, നാച്ചുറലായിട്ട് വരുന്ന സാധനങ്ങൾ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ ലൈവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിൽ അത് പിന്നെയും വേറെ ലെവലാവും. കാരണം അടുത്ത എന്തെങ്കിലും കൗണ്ടർ പിന്നെയും മറ്റേ ആൾ പറയും, അപ്പോൾ അതിന് മറുപടി പറയും, അപ്പോൾ അത് ഒന്നും കൂടി വലുതാവും. അങ്ങനെയാണ് ഈ സാധനം. അല്ല, ഈ കണാരനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നെഹ്റു വന്നിട്ടേ ജനവാദിലൂടെ നോക്കിയിട്ടേ നെഹ്റുവിനെ അങ്ങനെ മോശമാക്കി വിട്ടത് ശരിയായി. എന്തെങ്കിലും മിമിക്രീനോടൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ സാഹിബിന്റെ അതിൽ അങ്ങനെ എന്തെങ്കിലും വശമുണ്ടോ? അല്ല, അത് ഞാൻ ഈ പരിപാടികളൊന്നും കാണുന്ന ആളോ ഈ സിനിമ അങ്ങനെ കാണുന്ന ആളോ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല. സമയമില്ല. എനിക്ക് ഏറ്റവും താല്പര്യം, ഞാൻ ആനന്ദിക്കുന്ന സമയവും ഞാൻ എന്നിലേക്ക് യാത്ര ചെയ്യുന്ന സമയവും ഒക്കെ തന്നെ എൻ്റെ വായനയാണ്. എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലൈബ്രറി ഉണ്ട്. പക്ഷേ ചില പ്രത്യേക പരിപാടികൾ ഞാനിങ്ങനെ ആലോചിക്കും. അത് ഞാൻ ഹരീഷിനോടും അരുണിനോടും എന്നത് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നർമ്മം പറഞ്ഞ് ഉടനെ തന്നെ അതൊരു അസഭ്യമായതിലേക്ക് പോവാം. വല്ലാത്തൊരു കഷ്ടമാണ്. ആസ്വദിക്കാൻ പറ്റുന്ന അശ്ലീലമല്ലാത്ത സഭ്യേതരമായ ചില അതൊക്കെ ആവാം. അത് ഒരർത്ഥമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആസ്വദിക്കും. ഇത് അങ്ങനെയല്ലാതെ പച്ചക്ക് അശ്ലീലം പറയാം, പച്ചക്ക് പറയാം. അത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ അഡ്മയർ ചെയ്യുമ്പോഴാണ് നമ്മളതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്നതാണ് പ്രേം നസീറിനെ. ഞാനിപ്പോഴും ഓർക്കും, അന്ന് രാവിലെ പ്രേം നസീറിന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊച്ചി ആലുവ അടുത്തായിരുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പത്നിയോട് അദ്ദേഹം പറഞ്ഞു, പ്രമേഹമുണ്ട്, അല്പം മതി. ഈ പ്രമേഹം നാം ശ്രദ്ധിച്ചാൽ പൂച്ചക്കുട്ടിയെ പോലെ മടിയിൽ വന്നിരിക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ പുലിയെ പോലെ നമ്മെ ചാടിപ്പിടിക്കും. അപ്പോൾ നമ്മളൊരു മിമിക്രി കാണിക്കാൻ വേണ്ടി പറയാം. അത് നൈസായിട്ട് അതിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഈ രാമനാട്ട ഒരു പൊതുയോഗം നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് യോഗമാണ് UDFൻ്റെ. ഞാനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നസീർ വരുന്നവരെ പുലർകാലം ഏകദേശം 5 മണിയോടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് നസീർ വരികയാണ്. ആളുകൾ അങ്ങനെ നിൽക്കുകയാണ്. അന്ന് ഇന്നത്തെ മാതിരി തള്ളല്ല ഹരീഷേ, അതുണ്ടായതാണ്. കയറി വരുമ്പോൾ ഞാനാ പ്രസംഗിക്കുന്നത്. എന്നോട് കണ്ടപ്പോൾ പ്രസംഗിച്ച് തളർന്നുവല്ലേ, നാം പലപ്പോഴും ഇരുട്ടത്ത് കണ്ടവരാണ്, വെട്ടത്ത് കാണാമെന്ന് വെച്ച് ഞാനിങ്ങ് പുറപ്പെട്ടതാണ്. ആദ്യത്തെ വാചകം കൊണ്ട് ജനങ്ങളങ്ങ് തിയേറ്ററിൽ ഇരുട്ടിൽ പഴയ ടാക്കീസല്ലേ, രസികൻ മനുഷ്യനായിരുന്നു. ഇനി നർമ്മവും കോഴിക്കോടും തമ്മിൽ ഒരു പ്രത്യേക അല്ലേ, ഒരു ലാളിത്യല്ലേ നമ്മൾ പറയുമ്പോൾ, വളച്ചേട്ടില്ല, ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയാം, സിമ്പിളായിട്ട് പറയാം. അത് ഒപ്പിക്കലില്ല, അതിൽ കുറേ അച്ചടി ഭാഷ ഒന്നുമില്ല, കൃത്രിമത്തൊട്ടുമില്ല, തീരെ ഇല്ല. ഹരീഷേട്ടൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ ടീമിന്റെ ഒക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാറുണ്ടല്ലോ. അതിന് വേറെ ഭയങ്കരമായിട്ടൊരു ചിലര് ഓവർ എക്സ്പ്രഷനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ വർത്തമാനം പറയും പോലെയാണ് നമ്മൾ കോമഡിയും ചെയ്യുന്നത്. അതാണ് അതിന്റെ. സ്ത്രീ കഥാപാത്രങ്ങളും അവതരിപ്പിക്കാറുണ്ടല്ലോ. നമ്മളെ കൈരളിയിൽ ഒരു പരിപാടി പ്രവാസ ലോകം, അതിനകത്തൊരു താത്തയായിട്ട്